സംസാരിക്കുന്നത്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടുകൂടെ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവവചന ശുശ്രൂഷയ്ക്കായി പ്രിയ സഹോദരനെ മുന്നോട്ടേക്ക് ക്ഷണിക്കും. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. പിരിയാ ബന്ധമാണിതു, പിരിയാ ബന്ധമാണിതു, പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മാരിപ്പതിനായി, മകനെ മാരിപ്പതിനായി, മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പാൽക്കാല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും അല്പസമയം ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനാൽ ജീവനും ചൈതന്യവുമുള്ള കർത്താവിന്റെ വചനത്തിന്റെ മുൻപാകെ ഏറിയ ഭക്തിയോടെ, ഏറിയ പ്രതീക്ഷയോടെ, ഏറിയ വിശ്വാസത്തോടെ നമുക്ക് അല്പസമയം ആയിരിക്കാം. വളരെ ഗൗരവത്തോടെ നാം കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ ആയിരിക്കുമെങ്കിൽ കർത്താവിന്റെ വചനത്തിൽ നിന്ന് വലിയ മർമ്മങ്ങളെ കർത്താവ് നമുക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവിന്റെ വചനത്തിൽ നിന്നും ഒരു ചെറിയ കുറുവാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവിന്റെ വചനത്തിന്റെ മുൻപാകെ ഞങ്ങളായിരിക്കുമ്പോൾ ഏറിയ ഭക്തിയോടെ കർത്താവേ ഹല്ലേലൂയ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാനായി പ്രാർത്ഥിക്കുന്നു. ജീവനും കർത്താവേ ഹല്ലേലൂയ ചൈതന്യമുള്ള വചനം, സദ്യമജ്ജകളെ തുളച്ചു ചെല്ലുന്ന കർത്താവിന്റെ വചനം കർത്താവെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളിൽ ആഴത്തിൽ പതിമാറാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്പസമയം കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വിടുതലായി എന്ന് പറയുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകണമേ. മാനുഷിക ശബ്ദമല്ല കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ശ്രവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം ഒരുക്കുമാറാകണനായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക്. അടിയനെ ഏഴയായി കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ധന്യമുള്ള നാമം തന്നെ, ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 8-ാം അധ്യായം 11-ാം വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം ഈ വാക്യം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അതിന്റെ സാഹചര്യങ്ങൾ ഇതുപോലെയാണ്. ഒലിവുമലയിൽ കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ ജനങ്ങളോട് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരാലും പരീക്ഷന്മാരാലും പിടിക്കപ്പെട്ട്, ശാസ്ത്രിമാരും പരീക്ഷന്മാരും വേശ്യാകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കുറ്റം വിധിക്കുവാനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. വേശ്യാകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീയെ കല്ലെറിയുവാനായി ജനങ്ങളും ശാസ്ത്രിമാരും പരീക്ഷന്മാരും കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ
കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നു, ഗുരു, ഞങ്ങൾ ഈ സ്ത്രീയെ എന്തു ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ ഇപ്രകാരം മറുപടി നൽകുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു ഈ മറുപടി നൽകിയതിനു ശേഷം അവരിൽ ചെറിയവരും വലിയവരുമായ അവളെ കല്ലെറിയുവാൻ കൂടി വന്നവർ ആ കല്ല് നിലത്തിട്ട് മടങ്ങിപ്പോകുവാനിടയായി. കർത്താവായ യേശു ക്രിസ്തു അവളോട് ചോദിക്കുന്നു, നിന്നെ കല്ലെറിയുവാൻ വന്നവർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇപ്രകാരം പറയുന്നു, അവർ മടങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ അതിനുശേഷമായി കർത്താവായ യേശു ക്രിസ്തു പറയുന്ന മറുപടിയാണിത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം നാം കുറെ നാൾ കേട്ട വാക്യങ്ങളും നാം പഠിച്ചതുമാണ്. എന്നാൽ ഇതിന്റെ ഒടുവിലത്തെ ഒരു ആലോചന നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ശാസ്ത്രിമാരും പരീക്ഷന്മാരും ആ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് അവളുടെ ശാരീരികമായി സംഭവിക്കാനിരുന്ന മരണത്തിൽ നിന്നുമാണ് കർത്താവായ യേശു ക്രിസ്തു അവളെ പ്രൊട്ടക്ട് ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തു അവളുടെ ശാരീരികമായ മരണത്തിൽ നിന്നും അവളെ വിടുവിക്കുന്നത് കൂടാതെ അവളുടെ ആത്മീകമായ ജീവനെ സംരക്ഷിക്കുവാൻ കർത്താവ് അരുൾ ചെയ്യുകയാണ്, പോക, ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും നാം പാപിനിയായി ജീവിച്ചപ്പോൾ കർത്താവ് നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, അവിടുത്തെ തങ്കച്ചോരയാൽ കഴുകി നമ്മളെ വിളിച്ചു വേർതിരിച്ചു. നാം ഇനി നമ്മുടെ പാപത്തിലേക്ക് പോകാതെ നമ്മുടെ ആത്മീയ ജീവനെ കർത്താവ് നേടുന്നതിന് വേണ്ടി കർത്താവ് ഇവിടെ പറയുകയാണ്, പോക, ഇനി പാപം ചെയ്യരുത് എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും വളരെ പ്രാർത്ഥനയോട് കൂടി ആയിരിക്കുക. എൻ്റെ വീഡിയോയ്ക്ക് ചെറുതായ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ആയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അവളുടെ ശാരീരികമായുള്ള മരണത്തിൽ നിന്ന് വിടുവിച്ചിട്ട് കർത്താവളോട് കൽപ്പിക്കുകയാണ്, കർത്താവ് അവളുടെ ആത്മീയ ജീവനെ നേടുവാൻ വേണ്ടി അവളോട് അരുളി ചെയ്യുകയാണ്, പോക, ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ദൈവമക്കളെ, പാപം നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന ഒന്നാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അത് നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നു. നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഏദനിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവം മനുഷ്യന്റെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. ആ തേജസ്സും ബഹുമാനവും അണിയിച്ച മനുഷ്യൻ പാപം മുഖേന ദൈവം അവനിൽ ആക്കിയ ഗ്ലോറി, ദൈവം അവനിൽ ആക്കിയ തേജസ് അവന്റെ പാപം മുഖേന നഷ്ടപ്പെടുകയുണ്ടായി. ഹല്ലേലൂയ. എന്ന് നാം കർത്താവിന്റെ സന്നിധിയിൽ പാപം ചെയ്യുന്നുവോ, അന്ന് ആ ദൈവം നമ്മെ അണിയിച്ചിരിക്കുന്ന ആ തേജസ് കർത്താവിന്റെ സന്നിധിയിൽ മാറി നിൽക്കുന്നു. തേജസ് നമ്മിൽ നിന്നും മാറുമ്പോൾ നമ്മിൽ രോഗം കടന്നു വരുവാനിടയാകും. തേജസ് നമ്മിൽ നിന്നും മാറുമ്പോൾ നാം മരണത്തിനിടയാകും. കർത്താവിന്റെ വചനത്തിൽ വ്യക്തമായി പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഹല്ലേലൂയ. നാം ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, നാം ഓരോ ദിവസവും പാപം ചെയ്തു വരുമ്പോൾ നമ്മുടെ പാപത്തിന് കട്ടിവെക്കുന്നു. ഹല്ലേലൂയ. ആ കട്ടിയാൽ നമുക്ക് കുറ്റബോധം തോന്നാതെ ഒരവസ്ഥ വരുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിലേക്ക് മടങ്ങി വരിക. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം മടങ്ങി വരിക. അത് കർത്താവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷയുമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ വ്യക്തമായി കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഹല്ലേലൂയ. ആ പാപത്തെ നീക്കുവാനാണ് ദൈവം തന്റെ പുത്രനെ ആദരിച്ച്, ഹല്ലേലൂയ ഹല്ലേലൂയ, ആദരിക്കാതെ ഹല്ലേലൂയ ഈ താണലോകത്തിലേക്ക് എന്നെയും നിന്നെയും ഈ ലോകത്തെയും സ്നേഹിക്കുന്നത് കൊണ്ട് കർത്താവ് തന്റെ പ്രാണപ്രിയനെ, ദൈവം നമ്മുടെ പ്രാണപ്രിയനെ യേശു കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്.
അവനല്ലാതെ ആർക്കും നിങ്ങളുടെ പാപത്തിന് മോചനം സാധ്യമല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നെയും നിന്നെയും ലോകത്തെയും സ്നേഹിച്ചത് കൊണ്ട് തന്റെ പ്രാണപ്രിയനെ കർത്താവ് നമുക്ക് വേണ്ടി നൽകി ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ജീവിക്കുന്നവർ, ഹല്ലേലൂയ, അവരുടെ ജീവിതം പല പാപ സ്വഭാവങ്ങളാലും പല സുഖഭോഗങ്ങളാലും അവരവരുടെ ജീവിതത്തെ കളയുമ്പോൾ നാം നേടിയ ആ നിത്യജീവൻ കർത്താവ് അനേകരുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കുമ്പോൾ ആ ആന്തരിക ആത്മീയ മർവം നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തമായി നൽകിയതിനാൽ ആ നിത്യജീവനിലേക്ക് എന്നെയും നിന്നെയും കർത്താവ് വിളിച്ചു വേർതിരിച്ചതിനാൽ നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. നാം മുറുകെ പിടിച്ച ആ നിത്യജീവൻ നമ്മുടെ കേവലം ഭക്തി എന്ന ആവരണം കൊണ്ട്, ഹല്ലേലൂയ, കർത്താവിന്റെ നിത്യജീവൻ സാധ്യമല്ല. ഹല്ലേലൂയ. കർത്താവേ, ദൈവമക്കളെ, അല്പസമയം നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തെ ഒന്ന് ചിന്തിക്കാം. നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു, നാം വചനം കേൾക്കുന്നു, നാം ഒരു ഓർഡിനറി ജീവിതം ജീവിക്കുന്നു. എന്നാൽ അതല്ല, കർത്താവ് എന്നെയും നിന്നെയും വിളിച്ചു വേർതിരിക്കുന്നതിന്റെ ഉത്തമ ലക്ഷ്യം നാം ഈ ദിവസങ്ങളിൽ തിരിച്ചറിയണം. ലോകത്ത് ഓരോ ദിവസവും രോഗം പടർന്നു പിടിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്റെയും നിന്റെയും സ്നേഹിതൻ ഇന്ന് ഞാൻ നാളെ നീ എന്നും മരണം മുഖേന മാറ്റപ്പെടുമ്പോൾ, നമ്മളിലും അടുത്ത ദിവസം മരണം കടന്നെത്തിയാലും നമുക്ക് ഉറക്കെ പറയാൻ സാധിക്കണം, നിത്യജീവൻ നമ്മുടെ പക്കലുണ്ട്. ഹല്ലേലൂയ. ആ നിത്യജീവനെ മുറുകെ പിടിക്കുവാൻ, അതിൽ നിന്നും ആ ട്രാക്കിൽ നിന്നും ഇടതോട്ടോ വലതോട്ടോ ചലിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെയും നമ്മെയും തമ്മിൽ വേർപിരിക്കുന്ന എന്തെങ്കിലും പാപ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് നാം ചിന്തിക്കുക, കർത്താവേ, എന്നെയും നിന്നെയും തമ്മിൽ വേർപിരിക്കുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ കർത്താവേ, അതെന്നോട് വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ. അത് വെളിപ്പെടുത്തി എന്നിൽ നിന്നും നീക്കണമേ എന്ന് പറയുവാനിടയാകണം. ഹല്ലേലൂയ. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങളെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. പ്രത്യേക എന്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോടൊരു സാക്ഷ്യം പറയട്ടെ. കർത്താവിന്റെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനം സ്വീകരിച്ചതിന് ശേഷം കർത്താവിന്റെ ന്യായ പ്രമാണത്തിൽ ജീവിക്കുമ്പോൾ, സാധാരണ ഒരു പെന്തക്കോസ്തുകാരൻ എന്ന രീതിയിൽ ജീവിച്ചു വരുമ്പോൾ വളരെ വാഞ്ചയോടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ വാഞ്ചയോടെ ആയിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അനേക സമയങ്ങൾ ദൈവസന്നിധിയിൽ അതിനുവേണ്ടി ചിലവഴിക്കുമ്പോഴും കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ എനിക്ക് വലിയ സമയം വേണ്ടി വന്നു. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി എന്റെ ഹല്ലേലൂയ ജീവിതത്തെ കർത്താവിനോട് പകർന്ന് പരിശുദ്ധാത്മാവിനെ വാഞ്ചിച്ചിരിക്കുമ്പോൾ എന്നിൽ ചെയ്ത, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ കുറ്റങ്ങളെ പരിശുദ്ധാത്മാവിനിൽ ബോധ്യപ്പെടുത്തി നൽകി. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന് തടസ്സമായി പിശാച് എന്നോട് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെ ഓർമ്മപ്പെടുത്തി എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. വളരെ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. നീ ഇങ്ങനെ കുറ്റം ചെയ്തവനാണ്, നീ ഇയാളോട് ഇങ്ങനെ സംസാരിച്ചവനാണ്, നിനക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ നീ യോഗ്യനല്ല എന്ന് എന്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിന് തടസ്സമായി സാത്താൻ കൊണ്ടുവരുന്ന വെല്ലുവിളികൾ, സാത്താൻ കൊണ്ടുവരുന്ന ഈ ചിന്തകൾ ഞാൻ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ വെളിപ്പെടുന്ന ഹല്ലേലൂയ തെറ്റുകൾ ഞാൻ ചെയ്തവനാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുവാൻ എന്റെ ജീവിതത്തിൽ തടസ്സമായി
തടസ്സമായി നിൽക്കുന്ന സകലതും നീ കഴുകണമേ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ ദൈവ സന്നിധിയിൽ ഒരുക്കത്തോടെ ആയിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദുഷ്ടപിശാച് അതിന് തടസ്സമായി നിന്റെ അന്തരാത്മാവിൽ നീ ചെയ്ത കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുമെങ്കിൽ നീ ദൈവസന്നിധിയിൽ അത് പകരുക. ഹല്ലേലൂയ. ദൈവം നിന്റെ പാപങ്ങളെ നോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഒരു മിനിസ്റ്റർ ഒരു സ്ഥലം സന്ദർശിക്കുവാൻ വരുമ്പോൾ അതിനു മുന്നോടിയായി അനേക ഹല്ലേലൂയ സെക്യൂരിറ്റി സിസ്റ്റം ഹല്ലേലൂയ ചെന്ന് ആ സ്ഥലത്തെ ഹല്ലേലൂയ അവരുടെ സംരക്ഷണം ഹല്ലേലൂയ ഉറപ്പാക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിന്റെ അന്തരാത്മാവിൽ വരുമ്പോൾ നിന്നിൽ ഉണ്ടാകുന്ന സകല കുറ്റങ്ങളും നിന്നിൽ ഉണ്ടാകുന്ന സകല ഹല്ലേലൂയ തടസ്സങ്ങളും ദൈവസന്നിധിയിൽ നീ പകരുമെങ്കിൽ കർത്താവ് നിന്നെ ഹല്ലേലൂയ നിന്റെ പാപങ്ങളെ നിന്നോട് ക്ഷമിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നാം എല്ലാവരും ദൈവമക്കളെ വാസ്തവമായി കർത്താവിനെ രുചിച്ചറിഞ്ഞ് അല്ലെങ്കിൽ കർത്താവിൽ നിന്നും രോഗത്തിന്റെ സൗഖ്യങ്ങൾ പ്രാപിച്ച് ലോകത്തിന്റെ ചില നന്മകൾ ദൈവം നമ്മൾക്ക് നൽകി അതൊരു സാക്ഷ്യമായി തീർന്ന് ദൈവത്തെ അറിഞ്ഞവരോടെ ഉണ്ടാവാം. അതിലുപരിയായി നമ്മുടെ പിതാക്കന്മാർ മാതാപിതാക്കൾ ദൈവത്തെ പിൻപറ്റി ആ രക്ഷയെ അറിഞ്ഞു കടന്നു വന്നവരുണ്ടാകാം. എന്നാൽ കേവലം ചില നന്മകൾക്ക് പിന്നാലെ പോകാതെ കേവലം ചില നന്മകളെ കൊണ്ട് ദൈവം എനിക്കിത് ചെയ്തത് കൊണ്ട് മാത്രം ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എന്ന് പറയാതെ കർത്താവ് ദൈവം തന്റെ പ്രാണപ്രിയനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച് തന്റെ പ്രാണപ്രിയനെ ഈ ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി തന്റെ രക്തം അവസാനത്തുള്ളി രക്തം വരെ ചിന്തിച്ച ആ ഹല്ലേലൂയ ചിന്തിയ ആ സ്നേഹത്തെ നാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം. ദൈവം ഇത് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ വിട്ടു പോകുന്നു എന്ന് പറയരുത്. നമുക്കറിയാം ഈ സമൂഹത്തിൽ ഈ കൊറോണയുടെ ഈ രോഗത്തിന്റെ പ്രതിസന്ധി പടർന്ന സമയത്ത് അനേക ആരാധന ആലയങ്ങൾ അടയപ്പെടുകയുണ്ടായി. ഹല്ലേലൂയ. എന്നാൽ ഈ സമയത്ത് ദൈവത്തെ വാസ്തവമായി അന്വേഷിക്കാത്ത അനേകർ ഈ വിശ്വാസത്തിൽ നിന്നും തിരിച്ചുപോയി ഞാൻ നിൽക്കുന്നുവെന്ന് ഹല്ലേലൂയ ധൈര്യപ്പെട്ട് പറയുവാൻ അനേകർക്ക് ഹല്ലേലൂയ ഇന്ന് കഴിയാതെ വന്നപ്പോൾ ഈ ദൈവത്തെ പിൻപറ്റുവാൻ ഇത്തരം ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ദൈവം കണക്കിടും ദൈവമക്കളെ. ഹല്ലേലൂയ. അതിനുള്ള അനുഗ്രഹം കർത്താവ് നൽകും ദൈവമക്കളെ. വാസ്തവമായി കർത്താവ് ചെയ്ത നന്മകളെ അറിഞ്ഞല്ലാതെ ദൈവത്തോടുള്ള സ്നേഹത്തോട് അനുബന്ധിച്ച് നാം കർത്താവിനെ സ്നേഹിക്കണം. കർത്താവിന്റെ വചനത്തിൽ ഇപ്രകാരം ഒരു ഉപമ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 66-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കാൻ കഴിയും. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ശുശ്രൂഷ കാലയളവിൽ കർത്താവ് എവിടെ സുവിശേഷം അറിയിക്കുവാൻ ചെല്ലുന്നുവോ അവിടെ അനേകർ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുമായിരുന്നു. ഒരു ജനസമൂഹം കൂടുമായിരുന്നു. ദൈവം അവർക്കെല്ലാം അപ്പത്തെ വർദ്ധിപ്പിച്ചു നൽകുമായിരുന്നു. അവരുടെ വിശപ്പടങ്ങുമായിരുന്നു. അവരുടെ കാര്യസാധം നടക്കുമായിരുന്നു. എന്നാൽ ഇപ്രകാരം ദൈവം കർത്താവ് ഒരു അപ്പം വർദ്ധിപ്പിക്കാത്ത അവസ്ഥ വന്നപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരിൽ ചിലർ ഇങ്ങനെ പറയുന്നു, അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല എന്ന് പറയുന്നു. എന്നാൽ വാസ്തവമായി കർത്താവിനെ രുചിച്ചറിഞ്ഞ ശീമോൻ പത്രോസ്, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് അവരോട് ചോദിക്കുമ്പോൾ തന്നെ രുചിച്ചറിഞ്ഞ ശീമോൻ പത്രോസ് ഇപ്രകാരം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:68 ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും എന്ന് പറയുന്നു. കർത്താവിനെ വാസ്തവമായി രുചിച്ചറിഞ്ഞ ദൈവ പൈതൽ ഇപ്രകാരം പറയണം, എന്റെ ജീവിതത്തിൽ പീഡ കടന്നു വന്നാലും, എന്റെ ജോലി പോയാലും, എനിക്ക് ആഹാരമില്ലെങ്കിലും, ഞാൻ പട്ടിണി നേരിട്ടാലും, എനിക്ക് എന്തുമുണ്ടെങ്കിലും, എനിക്ക് രോഗം കടന്നു വന്നാലും, എനിക്ക് കോവിഡ് പിടിച്ചാലും, ഹല്ലേലൂയ, ഞാൻ അറിഞ്ഞ ഈ നിത്യജീവനെ ഞാൻ പിൻപറ്റും. നിത്യജീവന്റെ ഹല്ലേലൂയ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടേക്ക് പോകുമെന്ന് ഉറച്ചു പറയുവാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം ദൈവമക്കളെ. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടേക്ക് പോകുമെന്ന് കർത്താവിന്റെ വചനത്തിൽ ശീമോൻ പത്രോസ് ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥന, ആരാധന, നമ്മുടെ കൂടിവരവ്, നമ്മുടെ കൂട്ടായ്മ, ഇവയെല്ലാം ചില കാര്യസാധത്തിന് വേണ്ടി മാത്രമാകരുത് കർത്താവ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഞാനും നീയും കർത്താവിന് വേണ്ടി ഹല്ലേലൂയ സത്യത്തോടെ വിശ്വാസത്തോടെ നിൽക്കുമെങ്കിൽ നിന്റെ മക്കളുടെ ആഗ്രഹം ഹല്ലേലൂയ നിന്റെ മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ ചെയ്യുവാൻ, നിന്റെ കുടുംബത്തിലെ അവസ്ഥയറിഞ്ഞ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ, നീ ദൈവത്തോട് നിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിന് മുൻപേ ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ കരം നമുക്ക് മുൻപായി ചാലിക്കുന്നുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കും നിനക്കും ഉണ്ടാകണം ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്ത് ഹല്ലേലൂയ ഇന്ന് അനേകർ സമ്പത്തിന്റെ പിന്നാലെ ഓടുന്നു. ഹല്ലേലൂയ. മക്കൾക്ക് വേണ്ടി കരുതി വെക്കുന്നതിന് ഹല്ലേലൂയ സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിന് ധനം നമ്മൾക്ക് ആവശ്യമാണ്. എങ്കിലും അധികം ധനം നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുന്നു. ഹല്ലേലൂയ. നാം ഏത് സമയം ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. കർത്താവേ, ദൈവ സന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ അകലപ്പെടുന്ന അവസ്ഥയിൽ എനിക്ക് അധിക ധനം ആവശ്യമില്ല. ഹല്ലേലൂയ. കർത്താവ് നിന്റെ പ്രാപ്തിക്ക് അനുസരിച്ച്, നിനക്ക് വേണ്ടത് അനുസരിച്ച് കർത്താവ് നിന്നെ അനുഗ്രഹിപ്പാൻ ശക്തനത്രേ. ഹല്ലേലൂയ. ധനത്തിന് പിന്നാലെ നാം പോകരുത്. ധനം കൊടുത്ത് നമുക്ക് ഇന്ന് ഹല്ലേലൂയ രോഗം സൗഖ്യമാക്കാം. ധനം കൊടുത്ത് നമുക്ക് ഇന്ന് വാഹനങ്ങൾ വാങ്ങാം. ധനം കൊടുത്ത് നമ്മൾക്ക് ഇന്ന് കൊട്ടാരം മാളികൾ പണിതുയർത്താം. എങ്കിലും നിന്റെ ഹല്ലേലൂയ ആത്മീയ ജീവിതത്തിലെ, നിന്റെ ശരീരത്തിലെ പാപ സ്വഭാവത്തെ, അതിനെ നിന്റെ പാപത്തെ മോക്ഷിപ്പാൻ കഴിവുള്ള ഒരേ ഒരുവനുള്ളൂ. അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്രേ. പാപത്തെ വെടിഞ്ഞവൻ, പാപമില്ലാത്തവൻ, വിശുദ്ധനായവൻ, ദോഷം വിട്ടകന്നവൻ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഒരേ ഒരുവനുള്ളൂ. അതെന്റെ കർത്താവായ യേശു ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. ഒരാട്ടുകൊറ്റന്റെയും രക്തത്താൽ പാപം മോചനം സാധ്യമല്ല. നാം ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ദൈവം നമ്മുടെ പാപങ്ങളെ കഴുകി കർത്താവിന്റെ ജീവിതത്തിൽ ദൈവവേലയിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നവരായിരിക്കാം. എങ്കിലും നാം അറിയാതെ പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ പാപങ്ങൾ, അത് ചെറുതായി വലുതായി നമ്മളെ ദൈവത്തിൽ നിന്നും ഹല്ലേലൂയ അകറ്റാൻ ദൈവജനമേ ഹല്ലേലൂയ ഇടം കൊടുക്കരുത്, അവസരം കൊടുക്കരുത്. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടൊരു വേറൊരു നാമവുമില്ല. ആ നാമത്തെ സേവിപ്പാൻ ഹല്ലേലൂയ കൃപ ലഭിച്ചവർ ഒരുമിച്ച് കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിച്ച് ചേർത്ത് നിർത്തേണ്ടവയെ ചേർത്ത് നിർത്ത്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പോകുമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ശാരീരിക ജീവൻ നഷ്ടമായാലും നമ്മുടെ നിത്യജീവൻ ദൈവത്തിന്റെ പക്കൽ ഹല്ലേലൂയ അത് നമ്മുടെ ദൈവത്തിന്റെ പക്കൽ ഉള്ളതിനാൽ നമുക്ക് ആശ്വസിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. എബ്രായർ എഴുതിയ ലേഖനത്തിൽ 12:1 ഇപ്രകാരം പറയുന്നു: സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ ഓരോ ദിവസവും ഹല്ലേലൂയ വളരെ വളരെ വേഗതയോടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നു. ഹല്ലേലൂയ. ഒരു വർഷം നാം പിന്നിലേക്ക് ചിന്തിച്ചാൽ ഒരു വർഷം നമ്മെ വിട്ട് കടന്നു പോയത് പോലും നാം അറിയുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്.
ഹല്ലേലൂയ, ഈ ശരീരം, മണ്ണാകുന്ന ഈ ശരീരം അഴുകി മാറിയാലും, ഹല്ലേലൂയ, ഈ ലോകം വിട്ടുമാറിയാലും, ഹല്ലേലൂയ, നാം നമ്മുടെ പ്രാണപ്രിയനെ മുഖത്തോട് മുഖം കാണുമെന്നുള്ള പ്രത്യാശ എന്റെയും ജീവിതത്തിന്റെ, എന്റെയും നിങ്ങളുടെയും മധ്യത്തിലുള്ളതിനാൽ, ഹല്ലേലൂയ, ഈ ലോകത്തിലെ ചെറിയ പീഡകൾ വന്നാൽ നാം തളർന്നു പോകുകയില്ല. അതാണ് ദൈവ മക്കളെന്ന് അവകാശപ്പെടുന്ന നമുക്കുള്ള, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഏക, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഭദ്രത. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ്, നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, സഭയായി പ്രാർത്ഥിച്ച് അനേകം നന്മകൾ, ഹല്ലേലൂയ, അനേക നന്മകൾ കർത്താവ് നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയിൽ, ഹല്ലേലൂയ, നമ്മുടെ സഭയായുള്ള പ്രാർത്ഥനയിൽ നാം വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ സ്വർഗം വാതിലുകൾ തുറന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന, ഹല്ലേലൂയ, ദൈവം നമ്മൾക്ക് വിടുതൽ നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മൾക്ക് രോഗസൗഖ്യം നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മൾക്ക് പ്രാർത്ഥിച്ച് തലമുറയെ നൽകിയിട്ടുണ്ടെങ്കിൽ, നാം ആ ദൈവത്തിന്റെ മുൻപാകെ, ഹല്ലേലൂയ, നന്ദിയുള്ളവനായിരിക്കണം. ഹല്ലേലൂയ, കർത്താവിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, ഹല്ലേലൂയ, നാം പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏവർക്കും സുപരിചിതമാണ്. ഹല്ലേലൂയ, 38 വർഷമായി ബെഥേസ്ദ കുളക്കടവിൽ തളർവാദ രോഗത്താൽ പിടിക്കപ്പെട്ട തളർവാദ രോഗിയെ, ഹല്ലേലൂയ, അവൻ 1 വർഷമല്ല പ്രതീക്ഷയോടെ ആയിരുന്നത്, അവൻ 2 വർഷമല്ല പ്രതീക്ഷയോടെ ആയിരുന്നത്, 38 വർഷം അവൻ പ്രതീക്ഷയോടെ, അവന് സൗഖ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷയോടെ അവൻ ബെഥേസ്ദ കുളക്കടവിൽ, ഹല്ലേലൂയ, ആയിരുന്നു. കർത്താവായ യേശുക്രിസ്തു അവന് സൗഖ്യം നൽകി. നാമും ഇതേപോലെ, ഹല്ലേലൂയ, അനേക വിഷയങ്ങളുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, അനേക സമയം പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. എങ്കിലും കർത്താവ് അതിന്റെ മധ്യത്തിൽ നമ്മൾക്ക് മറുപടികളെ നൽകിയിട്ടുണ്ട്. ഈ ബെഥേസ്ദ കുളക്കടവിൽ ആ തളർവാദ രോഗിയെ കർത്താവ് സൗഖ്യം നൽകിയതിനു ശേഷം നമുക്ക് കർത്താവിന്റെ വചനത്തിൽ വായിക്കുവാൻ സാധിക്കുന്നു. യേശു അവനെ ദേവാലയത്തിൽ വെച്ച്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ പാപം ചെയ്യരുത്. അവന് സൗഖ്യമായതിനു ശേഷം കർത്താവായ യേശുക്രിസ്തു അവനെ കണ്ടത് ദേവാലയത്തിൽ വെച്ചാണത്. ഹല്ലേലൂയ, ദേവാലയത്തിൽ വെച്ച് തന്നെയാണ് ഈ വേശ്യാകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ഹല്ലേലൂയ, അധിക സമയം ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദേവാലയത്തിൽ കൂടി വരുന്നതിന് വേണ്ടി, ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നുവെന്ന് ഈ വചനങ്ങളെല്ലാം പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു ദേവാലയത്തിൽ പോയപ്പോൾ ഈ സൗഖ്യം നൽകിയ, ഹല്ലേലൂയ, ഈ സൗഖ്യം ലഭിച്ചവനെ പിന്നീട് അവനെ ദേവാലയത്തിൽ വെച്ച് കാണുവാനിടയായി. ദൈവമക്കളെ, സൗഖ്യം ലഭിച്ച നാം, അനുഗ്രഹം ലഭിച്ച നാം, നന്മ ലഭിച്ച നാം ആലയത്തിൽ കടന്നു വരണം. ഹല്ലേലൂയ, ആലയത്തിൽ കടന്നു വരണം. ദൈവം എന്റെയും നിന്റെയും ജീവിതത്തിൽ, ഹല്ലേലൂയ, നന്മ നൽകിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ നാം ആലയത്തിൽ കടന്ന് വന്ന് ദൈവത്തെ മഹത്വപ്പെടണം. ഹല്ലേലൂയ, കർത്താവിന്റെ വചനത്തിൽ, ഹല്ലേലൂയ, ഇപ്രകാരം പറയുന്നു, നാളടുക്കും തോറും അത് അധികമായി ചെയ്യുവാൻ ഓർത്തുകൊള്ളുവിൻ എന്ന് പറയുന്നു. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടായ്മ വർദ്ധിക്കട്ടെ, നാം ആലയത്തിൽ പോകുന്നത് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, നാം സാക്ഷി വചനത്തിൽ കൂട്ടെ കേട്ടതുപോലെ അനേകരുടെ ആഗ്രഹമാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആലയം തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, നമ്മുടെ കർത്തൃദാസൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദേശത്ത് കടന്നു വരുവാൻ, ആലയം തുറക്കപ്പെടുവാൻ, ആരാധന സാധ്യമാകുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൂടി വന്ന് സഭയായി നമുക്ക് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുവാൻ കർത്താവ് ഇടയാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശു അവനെ ദേവാലയത്തിൽ വെച്ച്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ പാപം ചെയ്യരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം നൽകിയെങ്കിൽ, നമ്മുടെ പാപത്തെ ക്ഷമിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, പിന്നീട് ആ പാപ സ്വഭാവത്തിലേക്ക് ഒരിക്കലും നാം കടന്നു പോകരുത്. ഹല്ലേലൂയ,
പരിശുദ്ധാത്മാവ് നമ്മെ ഇത് തെറ്റാണ് മകനെ, ഇത് തെറ്റാണ് മകളെ എന്ന് ഓർമ്മപ്പെടുത്തുമെങ്കിൽ ഹല്ലേലൂയ, നാം ചിന്തിക്കുന്ന പോലെ ചെറിയ സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ പാപമായി കണക്കെടുക്കപ്പെടുന്ന ന്യായപ്രമാണമാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അതിനാൽ ചെറിയ ഒരു തെറ്റ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അതിന്റെ കുറ്റബോധം ഹല്ലേലൂയ നമുക്ക് ഉളവാകുന്നു ഇല്ലെങ്കിൽ ഹല്ലേലൂയ, നാം നമ്മുടെ ശരീരത്തെ ഒന്ന് ശോധന ചെയ്യണം. നാം ദൈവത്തിൽ നിന്നും മാറിയാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ പ്രവൃത്തിയെ നമുക്ക് ശോധന ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾക്കാർക്കും അറിയില്ല. വിശേഷ ഞാനൊരു സംഭവം ഓർക്കുന്നു. ഞങ്ങളുടെ കോവിഡിന്റെ രോഗപ്രതിസന്ധിയാൽ ഹല്ലേലൂയ ദേശമെങ്കാടും ഹല്ലേലൂയ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ രോഗം ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ എപ്രകാരം കീഴ്പ്പെടുത്തുമെന്ന് നമുക്കറിയില്ല. ഞങ്ങളുടെ വീടിന്റെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മമ്മി ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ വീടിന്റെ തൊട്ട് താഴെ അവരുടെ മക്കളെല്ലാം വിദേശങ്ങളിലാണ്. ഒരു മാതാവും പിതാവും ഒരു ഭവനത്തിന്റെ അകത്ത്, പ്രത്യേക കൊറോണയെല്ലാം ആയതിനാൽ അവർ ഭവനത്തിന്റെ പുറത്ത് പോലും പോകാതെ ഭവനം അടച്ച് വീടിന്റെ അകത്തായിരുന്ന ഒരു മാതാവും പിതാവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചില ചുമയാൽ ഭാരപ്പെട്ട് ആ പിതാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനിടയായി. തൽക്ഷണം താൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ, നമ്മൾക്കാർക്കും പറയാൻ സാധിക്കില്ല. ഹല്ലേലൂയ. രോഗം ഹല്ലേലൂയ ആ വീടിന്റെ അകത്ത് ഹല്ലേലൂയ നാം അടച്ചുപൂട്ടിയിരിക്കുന്ന അവസ്ഥയിലും കടന്നു വന്ന് ആ പിതാവിന് ബാധിക്കപ്പെട്ടെങ്കിൽ ദൈവം എത്ര അത്ഭുതകരമായാണ് എന്നെയും നിന്നെയും സൂക്ഷിക്കുന്നതെന്ന് ഹല്ലേലൂയ ഉറച്ച ബോധ്യമുള്ളവർ ഹല്ലേലൂയ അവരുടെ മനസ്സുകളിൽ നിന്ന് അന്തരാത്മാവിൽ നിന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ വചനത്തിൽ നാം പഠിക്കുന്ന പോലെ ദൈവം നമുക്ക് സൗഖ്യം നൽകിയെങ്കിൽ നാം ഇനി പാപത്തിലേക്ക് പോകരുത്. നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. പാപമില്ലാത്തവൻ ഹല്ലേലൂയ ദോഷം വിട്ടകന്നവൻ പരിശുദ്ധനായ ഒരേ ഒരുവനുള്ളൂ. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. നമ്മുടെ ഓട്ടം നാം വിശ്വസ്തയോടെ ഓടുമ്പോൾ നമ്മുടെ ട്രാക്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിത പാതയിൽ അനേകം പീഡകൾ നമ്മെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് പിന്മാറ്റ അവസ്ഥയിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഹല്ലേലൂയ നാം ഓർക്കണം, നാം നമ്മുടെ കർത്തനെ, നമ്മുടെ പ്രാണപ്രിയനെ കാണുവാൻ അതിവാഞ്ചയോടെ നമ്മുടെ ഹല്ലേലൂയ വേർപാടിന് ശേഷം ഹല്ലേലൂയ ഇല്ലെങ്കിൽ കർത്താവിന്റെ വീണ്ടും വരവ് ആദ്യം സാധ്യമാകുമെങ്കിൽ നമ്മുടെ പ്രാണപ്രിയനെ കാണാൻ നാം കൊതിയോടെ ആയിരിക്കുമ്പോൾ ഓർക്കുക, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. ഹല്ലേലൂയ. ദൂതന്മാർ പ്രകാരം പറയുന്നു, സറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് ചിറകടിച്ചു പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ എന്ന് പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവും മാത്രമേ ഉള്ളൂ പരിശുദ്ധൻ. നമ്മുടെ കർത്താവും മാത്രമേ ഉള്ളൂ പരിശുദ്ധൻ. വിഗ്രഹങ്ങളായ ദൈവത്തെ സേവിക്കുന്ന ലോക ജനത അവരുടെ ദൈവങ്ങൾ പാപത്തിനെ സൂചിപ്പിക്കുമ്പോൾ പരിശുദ്ധനായ ഒരുവനേ ഉള്ളൂ, അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്രേ. 1 പത്രോസ് 1:16 പറയുന്ന പോലെ, ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. എത്ര പേർക്കും നമ്മുടെ ജീവിതത്തെ കർത്താവിൽ സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതം എത്ര ക്ഷണികമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. കർത്താവെ, നിന്റെ വരവ് എത്ര വേഗമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എങ്കിലും കർത്താവെ, ഞങ്ങൾ നിന്റെ ന്യായപ്രമാണത്തെ പിൻപറ്റുന്നു. കർത്താവെ, നീ വിശുദ്ധനായിരിക്കുന്ന പോലെ ആ വിശുദ്ധിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്കും കൃപ നൽകണേ. ഹല്ലേലൂയ. കർത്താവ് തന്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളെ ചെയ്തത്, രോഗം സൗഖ്യമായത്, ഇതെല്ലാം കർത്താവ് വിശുദ്ധനായതിനാൽ. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നാമും കർത്താവിനെ പോലെ വിശുദ്ധരായിരിക്കേണ്ടതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീഴ്ചകൾ വന്നു പോയേക്കാം. ഹല്ലേലൂയ. തെറ്റുകൾ സംഭവിച്ചു പോയേക്കാം. ഹല്ലേലൂയ. എങ്കിലും ഇന്ന് നമുക്ക് തീരുമാനിക്കാം, ലെറ്റ് us return to the Lord. കർത്താവിലേക്ക് മടങ്ങി വരാൻ ദൈവജനമേ. ഹല്ലേലൂയ.
നമ്മുടെ ജീവിതത്തിൽ, നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഹല്ലേലൂയ നാം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, ഹല്ലേലൂയ നമ്മുടെ ജോലിയിൽ ഏർപ്പെടുമ്പോൾ, ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ചിന്തയിൽ ഏർപ്പെടുമ്പോൾ, ഹല്ലേലൂയ നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മിൽ ഉളവാകുന്ന ചെറുതും വലുതുമായ തെറ്റ് ദൈവത്തെയും നമ്മിൽ തമ്മിൽ അകറ്റുമെങ്കിൽ, ദൈവമക്കളെ, ആ തെറ്റുകളെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റു പറയാം. ഹല്ലേലൂയ. നമ്മുടെ ലംഘനങ്ങളെ, നമ്മുടെ പാപത്തെ പോക്കി ശുദ്ധീകരിക്കുന്ന ഒരു കുഞ്ഞാടിന്റെ അടുത്തല്ലോ നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിന്നിലേക്ക് മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ എന്ന പ്രവാചകൻ പറഞ്ഞതുപോലെ എത്ര പേർക്ക് ഇന്ന് പറയാൻ സാധിക്കും, കർത്താവേ, പണ്ടത്തെ പോലെ ഒരു കാലത്തെ ഞങ്ങൾക്ക് മടക്കി തരണമേ, പണ്ടത്തെ പോലെ ഒരു ആരാധനയെ ഞങ്ങൾക്ക് മടക്കി തരണമേ, പണ്ടത്തെ പോലെ ഒരു ഹല്ലേലൂയ കൂട്ടായ്മയെ ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം നമ്മുടെ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ദൈവമക്കളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിച്ചത് കൊണ്ട്, ഭക്തിയുടെ ആവരണം ധരിച്ചത് കൊണ്ട് നീ നിത്യജീവനെ പ്രാപിക്കണമെന്നില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. എന്റെയും നിന്റെയും ആത്മാവിന് ഹല്ലേലൂയ പോഷിപ്പിച്ച് നമ്മുടെ നിത്യജീവനെ ഹല്ലേലൂയ പാപത്തിൽ നിന്നും നമ്മുടെ ശരീരത്തെ മാറ്റി പാപത്തിൽ നിന്നും നമ്മുടെ ആത്മാവിനെ സംരക്ഷിച്ച് കർത്താവ് വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധിയിൽ ജീവിച്ച് കർത്താവിന്റെ നിത്യജീവനെ പ്രാപിപ്പാൻ എത്ര പേർ ഇന്ന് സമർപ്പിക്കും? ഹല്ലേലൂയ. ചുരുക്കം ചില ഹല്ലേലൂയ സമയമാണ് നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് ഈ വചനം കേട്ടതെങ്കിലും, ഹല്ലേലൂയ, ഒരു വാക്കാണ് നിന്റെ ജീവിതത്തിൽ സ്പർശിച്ചതെങ്കിലും, ഇന്നിവിടെ ആയിരിക്കുന്നവർ ഈ സൂം പ്ലാറ്റ്ഫോമിൽ എന്റെ മുമ്പിൽ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ മുമ്പിൽ തീരുമാനങ്ങളെ എടുത്തില്ലെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ചെയ്യുന്നത് തെറ്റായിരിക്കും ദൈവമക്കളെ. ഹല്ലേലൂയ. വചനം കേട്ടിട്ടും അതിനെ തിരസ്കരിക്കുന്നത് കർത്താവിന്റെ വചനപ്രകാരം തെറ്റത്രേ, പാപമത്രേ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവന്റെ പ്രതിഫലം നൽകേണ്ടതിന് കർത്താവ് വേഗം വരുന്നു. അവസാന ദിവസം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പ്രതിഫലം കൊടുക്കേണ്ടതിന് കർത്താവ് വരുമ്പോൾ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ശോഷിച്ച കരങ്ങളാലല്ല, നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണം. എന്റെ ദൈവം എന്നെ നടത്തി, എന്റെ കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ വേർപാടോടെ ജീവിച്ചു, ഞാൻ ഓട്ടം തികച്ചു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ഇരിക്കുന്നുവെന്ന് എത്ര പേർക്കൊന്ന് സാക്ഷ്യം പറയാൻ സാധിക്കും ദൈവമക്കളെ? ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ചാട്ടെ, മറ്റുള്ളവരെ നോക്കണ്ട. ഹല്ലേലൂയ. ഏവരും അവരുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാട്ടെ. ഹല്ലേലൂയ. എത്ര സമയം നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിച്ചു, എത്ര സമയം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ഹല്ലേലൂയ ജീവിച്ച ജീവിതത്തിൽ വന്ന തെറ്റുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. ഒരു നിമിഷം ഏകാന്തമായി ഒരു നിമിഷം ചിന്തിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ ഈ സമയം തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ എന്റെ വചനം വൃഥാവത്രേ. ഹല്ലേലൂയ. എന്റെ വചനം ഹല്ലേലൂയ വിധാവത്രേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി ഹല്ലേലൂയ സംസാരിച്ചെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ഹല്ലേലൂയ തീരുമാനത്തോടെ സമർപ്പണത്തോടെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ആയിരുന്നാട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി
ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. Come on, let us return to the Lord. നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. എത്ര പേർ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കും? ഹല്ലേലൂയ. എത്ര പേർ നമ്മുടെ പാപ സ്വഭാവങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഇന്ന് അതിനെ നിങ്ങളുടെ സന്നിധിയിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പാപ സ്വഭാവങ്ങളെ മാറ്റി നിർത്തുവാൻ തീരുമാനമെടുക്കുന്നുവോ അവരെ കർത്താവ് അനുഗ്രഹിക്കുമാറാട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. വചനം കേട്ടനുസരിച്ച് ഹല്ലേലൂയ നിത്യജീവനെ പ്രാപിപ്പാൻ ഈ വചനം കേട്ടവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തെ ഹല്ലേലൂയ നിർത്തുന്നു. ഹല്ലേലൂയ. ഈ സമയം തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ അർപ്പിച്ചുകൊണ്ട് എളിമയോടെ കർത്താവിന്റെ സന്നിധിയിൽ താണിരുന്നുകൊള്ളുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ ചില നിമിഷങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോടെ, കർത്താവ് നമ്മെ എത്രയധികം സ്നേഹിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരൻ ഹല്ലേലൂയ ജെമിനിലൂടെ ദൈവാത്മാവ് സംസാരിച്ചു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ട് എല്ലാ കണ്ണുകളും ദൈവത്തിനട ചാട്ട് വളരെ ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ ആത്മമണ്ഡലത്തിൽ ആത്മ സാന്നിധ്യത്തിൽ ദൈവവചനം സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അമേൻ ഹൃദയത്തിൽ ഇടപെട്ടില്ലേ? പ്രിയ സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം ദൈവശബ്ദം കേട്ടിട്ട്, ഇന്നലെ നാം കേട്ടു ദൈവത്തിന്റെ വചനം കേട്ടിട്ടും ഹല്ലേലൂയ അത് അനുസരിക്കായിക മൂലം ഹല്ലേലൂയ ശത്രു കൊളുത്തുകളാൽ പിടിച്ചു കൊണ്ടുപോയി. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവശബ്ദം കേട്ടിട്ട് ഹല്ലേലൂയ അതേ കർത്താവെ ഞങ്ങളിതാ വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. വളരെ ശക്തിയോടെ ദൈവാത്മാ ഇടപെട്ടു. ഏതെങ്കിലും വിഷയത്തിന്റെ മധ്യേ, പാപ വിഷയത്തിന്റെ നടുവിൽ